ഈ മുക്കി എന്തോ ഒരു സവിശേഷമായ ലക്ഷ്യത്തോടെ എന്തൊക്കെയോ പറയുന്ന, ജമാഅത്ത് ഇസ്ലാമി വിരോധം പറയുന്ന, അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും സമുദായത്തിനുള്ളിലെ നിരപരാധികൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിലപാടുകളൊക്കെ മാറാത്തത്? ചിലരൊക്കെ വന്ന് കമൻറ്റിലൊക്കെ എഴുതും, ഞങ്ങൾ അറുത്ത് മുറിച്ച് ഇനി വാഴയിലയിൽ വെച്ചാലും ആദർശത്തിൽ നിന്ന് അണുവിട വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ല, അതിന് തയ്യാറല്ല, അതിന് ബാധ്യതയില്ല, അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജയ് ഹോ മുക്കം ഉമർ ഫൈസിയെ പോലുള്ളവരോടൊപ്പമാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ഒരു സതുദ്ദേശപരമോ സൃഷ്ടിപരമോ സമുദായ താല്പര്യപരമോ അല്ല. കാലത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായം വളരെ യുക്തിപരമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് ഉയരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ചിന്ത ഉണ്ടാകാൻ കാരണം ഹുസൈൻ ബദരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ, എനിക്ക് ഉസ്താദിനെ നേരത്തെ പരിചയമുണ്ട്, ഞാൻ അദ്ദേഹത്തെ കേൾക്കാറുണ്ട്. അദ്ദേഹം എഴുതിയ സംഘടനാ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. പിന്നെ ആ വീഡിയോ കണ്ട് തലയിങ്ങനെ ഒന്ന് മത്ത് പിടിച്ചിരിക്കുമ്പോഴാണ് വേറൊരു പത്രക്കട്ടിങ് കണ്ടത്. അത് കണ്ട് ഞാനങ്ങ് ഓർമ്മയില്ലാതെ വീണു. പിന്നെ എല്ലാവരും കൂടി ഇത് എഴുന്നേറ്റിരുത്തി എന്നെ ഇങ്ങനെ കാര്യം പറയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി സമയം കളയാതെ ആ കാര്യം പറയാം എന്നങ്ങ് വിചാരിച്ചത്. സംഗതി വേറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഫുൾ വീഡിയോ ഞാനിതിലിട്ടേക്കാം. അദ്ദേഹം പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിന് വലിയ ആഴമുണ്ട്. ആ കാര്യം ഒന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ സുന്നികൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു പട്ടണത്തിൽ നിലകൊള്ളുന്ന ഒരു കണ്ണാശുപത്രിയിൽ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ രോഗികൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ അതിൽ പറയുകയാണ്, ഓപ്പറേഷന് ശേഷം വെള്ളമോ പൊടിമണ്ണോ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും ഈ കാരണം കൊണ്ട് ഇസ്ലാമത വിശ്വാസികൾ നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല. ചുമരിൽ 2 കൈകൊണ്ട് അടിച്ച് തയമ്മും ചെയ്ത് അംഗശുദ്ധി വരുത്തി റുക്കോയിലും സുജൂദിലും അല്പം മാത്രം കുനിഞ്ഞ് ഇരുന്നു കൊണ്ട് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. ഇവിടെ തയമ്മും, വെള്ളം ഏതായാലും ഉപയോഗിക്കാൻ പറ്റൂല കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ. അപ്പൊ അതിന് പകരമായിട്ട് തയമ്മും ചെയ്യേണ്ടത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ നമ്മൾ കിതാബുകളിൽ പഠിക്കുന്ന തയമ്മും എന്ന് പറഞ്ഞാൽ അൻയക്കൂനാബി തുറാബിൻ, അത് മണ്ണ് കൊണ്ടായിരിക്കലാണ്. എങ്ങനെയുള്ളതായ മണ്ണാണ്? ഫീഹി ഖുബാറുൻ, അതിൽ പൊടിയുണ്ട്, അങ്ങനെയുള്ളതായ മണ്ണ്. പിന്നെ എങ്ങനെയുള്ളതായ മണ്ണാണ്? ത്വാഹിരിൻ, ശുദ്ധിയുള്ളതായ മണ്ണ്. പിന്നെ എങ്ങനെയുള്ള മണ്ണാണ്? വൈലി മുസ്തഅമലിൻ ഫീ ഫർളിൻ ആഖറ, മറ്റൊരു ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത, അതായത് മറ്റൊരു ഫർള് നിസ്കരിക്കുന്നതിന് ഈ ഉള്ള തയമ്മത്തിൽ ഉപയോഗിക്കപ്പെട്ട മണ്ണുകൊണ്ട് വീണ്ടും തയമ്മം ചെയ്ത് നിസ്കരിക്കാൻ പാടില്ല, അതിന് വേറെ മണ്ണ് വേണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് ചുമരിൽ 2 കൈകൊണ്ട് അടിച്ച് തയമ്മം ചെയ്ത് അംഗശുദ്ധി വരുത്തി നിസ്കരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇന്നേ വരെ അവിടെയുള്ള ഷാഫി മദ്ഹബുകാരും അവിടെയുള്ള സുന്നികൾ ആരും ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. കാരണം സുന്നികൾക്ക് മനസ്സിലായി, ഈ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിട്ടൊക്കെ പൊത്തിയാൽ എങ്ങനെ ഉണ്ടാവുന്നത് അവർക്ക് മനസ്സിലായി. അപ്പൊ തയമ്മം എന്ന് പറയുന്ന വുളൂഇന് പകരമായിട്ടുള്ള ആ ഒരു അനുഷ്ഠാനത്തെ കാലികമായി മാനവികമായി വായിച്ചെടുക്കുന്നതിൽ സുന്നികൾ ഈ കാലത്തോടൊപ്പം സഞ്ചരിച്ചു. അവർ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ സി എൻ അഹമ്മദ് മൗലവി ആദ്യമായി ഇങ്ങനെ എഴുതിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇത് എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇനി ബാക്കി നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ ഇടുന്ന വീഡിയോയിൽ കാണാം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഇതിനകത്ത് പറഞ്ഞതിന്റെ അർത്ഥം? ഈ സമുദായം കാലങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വായിച്ചറിഞ്ഞ് തിരുത്തി കാലത്തെ തിരിച്ചറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇതേ പ്രതിസന്ധി എനിക്കുണ്ടായി. എനിക്ക് ഭയങ്കരമായൊരു ചിക്കൻ ബോക്സ് വന്നു. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാരകമായൊരു ചിക്കൻ ബോക്സ് ആയിരുന്നു അത്. ഭയങ്കരമായി വന്നു, മുഖത്തൊക്കെ നന്നായി വന്നു. എന്തുകൊണ്ട് പാടുവന്നില്ല, പടച്ചോൻ കാത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊക്കെ വന്നു. എനിക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിസ്കരിക്കണം, അതെല്ലാം ഇങ്ങനെ പഴുത്ത് ചുള്ളി നിൽക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ തയമം ചെയ്യും? മണ്ണെടുത്ത് വെച്ച് ചെയ്യാൻ പ്രയാസമാണ്. ആ പൊടി പറ്റിയാൽ ഇത് ഇൻഫെക്ഷൻ ആവും എന്ന് ഭയമുണ്ട്. വെള്ളമാണെങ്കിൽ തൊടാൻ വയ്യ, അത്ര ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ ഈ ഭിത്തിയിൽ തട്ടിയിട്ടുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞു തരുന്നത്. പക്ഷേ അത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അതിനെതിരെയൊക്കെ ചിലരൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ നോട്ടീസിൽ അടിച്ചു കൊടുത്തിട്ട് പോലും കാര്യത്തെ മനസ്സിലാക്കി അങ്ങനെ തിരിഞ്ഞു. ഇത് ഒരുപാട് കാര്യങ്ങളിൽ ഈ തിരിവുണ്ടായിട്ടുണ്ട് ഈ സമുദായം. നമുക്കറിയാവുന്നതുപോലെ ഫോട്ടോഗ്രാഫി,
എത്ര നിശിതമായി എതിർത്തിരുന്നതാണ്, എത്ര നിശിതമായി അതിരൂക്ഷമായി. ഇന്ന് എന്താ സ്ഥിതി? മുട്ടം ഫ്ലെക്സ് ബോർഡ് വെക്കണമെന്നാണ് പറയുന്നത് ഈ എതിർത്തവർ വരുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്ത് അൻവർ ഹുസൈൻ, ഇപ്പോൾ അദ്ദേഹം PSCയിൽ ജോലി ചെയ്യുക. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് മികച്ച വിജയത്തിന്, നല്ല മാർക്കിൽ പാസ്സായതിന് ഒരു സമ്മാനം ദക്ഷിണ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ പേരിലോ എങ്ങാണ്ട് മറ്റോ ചാത്തന്നൂർ വെച്ച് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അധ്യാപകനാണ്. ഇത് കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജാഥ അവർ ബാനറുമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പത്രത്തിൽ വന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അത് ആരണ്ട് അറിയാതെ എടുത്തതാണ്. ഇദ്ദേഹത്തിൻ്റെ വാപ്പ ചോദിച്ചു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്, ചോദിക്കുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആരാണ്ട് അറിയാതെ എടുത്തതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എന്താ പുകിൽ? TV അതുപോലെ നമ്മൾ പറഞ്ഞു. പിന്നെ മലയാള വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അറബി മലയാളമേ പറ്റത്തോളെന്ന് പറഞ്ഞു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ ശുദ്ധ മലയാളത്തിലൊരു പുസ്തകം ഇറക്കിയപ്പോഴത്തേക്ക് നമ്മൾ ജുമായിൽ കുത്തുബ നടത്തി എതിർത്തു. പറ്റത്തില്ല, അത് വായിച്ചു പോയാൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. സൗജന്യമായി കൊടുത്തത് പോലും സ്വീകരിച്ചില്ല. ഇപ്പോൾ അവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളുമൊക്കെ എവിടാ പഠിക്കുന്നത്? എന്തുവാ പഠിക്കുന്നത്? എവിടാ നടക്കുന്നത് എന്ന് മാത്രമോ? അവിടവും വിട്ടുപോയില്ലേ? സമുദായത്തിൽ ഒരുപാട് തിരുത്തലുകൾ നടത്തുന്ന പലരും ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ മക്കളൊക്കെ നടത്തുന്ന ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? അതിന് എവരെ കുറ്റം പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയൂല തന്തമാർ ഉത്തരവാദിയാന്ന്. പിള്ളേരൊന്നും ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കാലോചിതമായി ഒരുപാട് മാറ്റം വന്നു. പഴയ കാലത്തിൻ്റെ ഒരു കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് KM മൗലവിയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധം. മുജാഹിദ് പള്ളിക്ക് തറക്കല്ലിട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ സുന്നി സമുദായത്തിൻ്റെ എല്ലാ കാലത്തെയും അഭിമാനമായ അടയാളമായിരുന്ന അദ്ദേഹമാണ് മുജാഹിദ് പള്ളിക്ക് തറക്കല്ലിട്ടത് KM മൗലവിയുടെ. ആദർശപരമായ അവർ പലതിലും വിയോജിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഒരുമിച്ച് നിൽക്കുന്നതിനോ ഒരാശയമുണ്ടാകുന്നതിനോ മുസ്ലിം ലീഗ് പോലെയുള്ളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനോ കോൺഗ്രസ് പോലെയുള്ളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനോ വ്യത്യസ്ത ആശയക്കാരായ ആർക്കും തടസ്സമുണ്ടായിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ കാലത്ത് ദൈവനിഷേധം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ്, നിരീശ്വരവാദമാണെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഈ പറയുന്ന ആത്മീയ നേതാക്കളോ അങ്ങനെയുള്ള ആളുകളോ ഒന്നും പോയിരുന്നുമില്ല. അങ്ങോട്ട് ചെല്ലണമെന്ന് അവർക്ക് നിർബന്ധവും ഇല്ലായിരുന്നു. കാരണം പഴയകാല മുസ്ലിം പേരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ KM പിച്ചിവാവ, പാലൊളി മുഹമ്മദ് കുട്ടി, അങ്ങനെയൊക്കെയുള്ള പഴയ കാലത്ത് ആരെ പഠിച്ചാലും അവരൊക്കെ ഈ പള്ളിയും പട്ടക്കാർക്കുമൊക്കെ എതിരെ നിലപാട് സ്വീകരിച്ച് ചെന്നവരാണ്. അവർക്ക് അങ്ങനെ ചെല്ലണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്ന പഴയ കാലവും പിന്നീട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് പോലും യോജിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ യോജിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ കാണുന്ന എല്ലാ പള്ളികൾക്കും വഹാബി ടച്ചില്ലേ? ഉണ്ട്. വരുമാനം വരുന്നത് അവിടെ നിന്നല്ലേ? എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ വിമർശിച്ചാലും റഹ്മത്തുള്ള കാസിമിയേ ഉള്ളൂ അവിടെ ഒരു പിരിവിന് പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഏർപ്പാടുകളുമായിട്ടൊന്നും പോകാത്തത്. ബാക്കിയുള്ളവർക്കെല്ലാം അവിടുത്തെ ഔക്കാഫുമായിട്ടും അതുമായിട്ടൊക്കെ ബന്ധവും അതിൻ്റെ ഏർപ്പാടും അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊന്നും ഞാൻ വിമർശിക്കാൻ പറയുമല്ല. അപ്പോൾ അവിടെയൊക്കെ യോജിപ്പിൻ്റെ തലമുണ്ടെങ്കിലും ഇപ്പോഴും നിന്ന് ഈ ന്യായമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് ഒരു സാധനം കണ്ടു. എൻ്റെ പൊന്നു സഹോദര, ഞാൻ പലവരും ഈ സാധനം ആവർത്തിച്ച് വായിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നറിയാൻ വേണ്ടി. സംഗതി എന്താണെന്നറിയോ? വളരെ രസകരമായ 2 വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരു വാർത്ത ധൃതി കൂട്ടേണ്ടതില്ലെന്ന് മുസ്ലിം സംഘടനാ നേതൃത്വം. ഇത് സുപ്രഭാതത്തിൽ വന്നൊരു വാർത്തയാണ്. നിലവിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വഖഫുകൾ മാത്രമാണ് പുതിയ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്നതിനാലും ഉമീദ് നിയമം 42 വകുപ്പ് പ്രകാരം നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി കണക്കാക്കുകയുള്ളൂ എന്നതിനാലും വഖഫുകൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ധൃതി കൂട്ടേണ്ടതില്ലെന്ന് കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനാ നേതൃത്വം മഹല്ല് ഭാരവാഹികളോടും മുത്തവല്ലിമാരോടും ആഹ്വാനം ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതൊരു കാര്യങ്ങളും പഠിക്കാതെ അങ്ങ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതാണ്. അവസാനം ഇപ്പോൾ ധൃതി വെച്ച് അതിൻ്റെ ബാക്കി പണികൾ നടത്തേണ്ട സ്ഥിതിയിലേക്കെത്തി. ഈ ഉമീദ് പോർട്ടലുമായി ബന്ധപ്പെട്ടാണ് ഈ സംഗതി നടത്തുന്നത്. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യമാണ് രസം. ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷൻ ആവലാതികളും ആശങ്കകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. ഈ ചർച്ച നടത്തിയതാരെന്നറിയോ? നടത്തിയത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്.
ഈ ജസ്റ്റീഷ്യ ആരുടെയാണെന്നറിയാമോ? ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ജസ്റ്റീഷ്യ എന്ന് പറയുന്ന സംഘടന നടത്തിയ പരിപാടിയാണ് ഈ കോഴിക്കോട് നടന്നത്. എന്നിട്ട് അതിൽ പങ്കെടുത്തവരുടെ പേരാണ് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചത്. പറഞ്ഞു കേട്ടില്ലേ? ജസ്റ്റീഷ്യ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അബ്ദുൽ സലാം അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഫൈസൽ മുക്കം സ്വാഗതം പറഞ്ഞു, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K അബ്ദുൽ അഹദ് നന്ദിയും പറഞ്ഞു. എന്നിട്ട് പങ്കെടുത്തവരോ ഉമർ ഫൈസി മുക്കം, അഡ്വക്കേറ്റ് തൊയ്യീബ് ഹുദവി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്തയിൽ നിന്ന് അതിൽ പങ്കെടുത്തത് ഉമർ ഫൈസി മുക്കമാണ്. അദ്ദേഹം അവിടെ പങ്കെടുത്തു. നല്ല കലക്കൻ ഒരു പ്രസംഗവും നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ വൃത്തിയായി ഭംഗിയായി അവിടെ പ്രസംഗിച്ചു. ആ വേദിയും ഉപയോഗപ്പെടുത്തി അവിടെ അദ്ദേഹം വളരെ കാര്യമായി സംസാരിക്കുകയും ചെയ്തു. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും അവരുള്ള ആശുപത്രിയിൽ പോലും പോയി കടന്നുകൂടാന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ആശുപത്രിയിൽ ഉള്ളത് പോട്ടെ, ഈ നമ്മുടെ ഉമർ മുക്കം ഫൈസിയുടെയൊക്കെ വിശദീകരണം കേട്ടാൽ ആദർശപരമായി അവരോട് എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അവർ ശ്വസിക്കുന്ന വായു ശ്വസിക്കാൻ പറ്റൂല, അവർ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റൂല, അവരിയ്ക്കുന്ന കാറിൽ കയറി ഇരിക്കാൻ പറ്റൂല, അവരുള്ള ബസ്സിൽ കയറി ഇരിക്കാൻ പറ്റൂല. പക്ഷേ അവരോടൊപ്പം ഇരുന്ന് പ്രസംഗിക്കാം, ആഹാരം കഴിക്കാം, ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബന്ധം തുടരാം, പിരിവ് നടത്താം, സാമ്പത്തിക ഏർപ്പാടുകൾ ചെയ്യാം. അത് ഒരു പ്രധാന കാര്യമാണ്. ഈ കൗമ് മനസ്സിലാക്കേണ്ടതാണ്. ഒരു സമുദായവും വേറൊരു വിഭാഗത്തിൻ്റെ കാശ് വേണ്ടെന്ന് പറയുന്നില്ല. കാശ് ആര് കൊടുത്താലും സ്വീകരിക്കും. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇത് യാതൊരു അടിസ്ഥാനവും യാതൊരു യുക്തിയുമില്ലാത്ത നിലപാടല്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ പോകണ്ടേ? എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെയൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയുമോ? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഉമർ മുക്കം ഫൈസിയെയും അല്ലെ അതുപോലുള്ള ആളുകളെയൊക്കെ നമുക്ക് കിട്ടുന്നത്? BJP അവർക്ക് പോസ്റ്റൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടോ RSSൻ്റെ സംസ്ഥാന കാര്യവാഹമായിട്ടോ അതിൻ്റെ രക്ഷാധികാരിയായിട്ടോ ഒക്കെയുള്ള പടം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒത്തിരി പേരങ്ങ് പോവും ഈ പടവും സംഗതിയും എല്ലാം കണ്ട്. അത്ര പാവങ്ങളാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ വേണ്ടാന്നല്ല. ഈ ഉമർ മുക്കം ഫൈസി പോയത് നന്നായി. അങ്ങനെ പോകണം, അങ്ങനെ ഒരുമിച്ചിരിക്കണം, സംസാരിക്കണം. എടാ, ഇന്ന് ആരോ എനിക്കൊരു കുറിപ്പെഴുതി അയച്ച പോലെ തല പോലും അവിടെ ഇരിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന കാലത്ത് തല എണ്ണി മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? എന്ത് കാര്യത്തിനാ? അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ വ്യത്യാസം. അതുകൊണ്ട് ഇവരെന്തെല്ലാം പറഞ്ഞാലും ഈ സമൂഹം രാഷ്ട്രീയമായി ചിന്തിച്ചോട്ട് ചെയ്യണം. നിങ്ങൾ ആദർശമൊക്കെ എന്തും ആയിക്കോളൂ, അതിനകത്തൊന്നും വിരോധമില്ല. പക്ഷേ രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കുന്നതും രാഷ്ട്രീയത്തിന് വേണ്ടി ചിന്തിക്കുന്നതും ഇവരെപ്പോലെയുള്ള തൽപര കക്ഷികൾക്കോ ബ്രോക്കർമാർക്കോ പെയ്ഡ് പ്രസംഗങ്ങൾക്കോ ചെവിയും കാതും കൊടുക്കരുത് എന്നതാണൊരു സ്ഥിതിവിശേഷം. ഇവർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇവർ ചിലപ്പോൾ ചില കാണാപ്പാഠങ്ങളും പഠിച്ച പാഠവുമൊക്കെ പാടേണ്ടി വരും. ആ പാഠത്തിനൊത്ത് സമൂഹം തുള്ളാതിരിക്കണം. അത്രയേ ഉള്ളൂ.